പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. പുല്ലൊക്കെ നമ്മൾ ഇനി നീയാൻ പോകണം കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് കച്ചിയുണ്ട്. ഈ കച്ചി വെച്ചിട്ട് വേണം അലങ്കാര പണികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടീംസൊക്കെ എത്തിയിട്ടുണ്ട്. പുൽക്കൂടിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു, അതേപോലെ തന്നെ അലങ്കാരങ്ങൾ കഴിഞ്ഞു, സ്റ്റാർ ഇട്ടു, ലൈറ്റ് ഇട്ടു, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? പക്ഷെ നമ്മളിപ്പം അയ്യോ പോയി. പുൽക്കൂടോ? ഇന്ന് ഇതെപ്പോഴാ എടുത്തോണ്ട് പോയി ക്യാമറയൊക്കെ? ഇതാണ് ഞങ്ങളുടെ കുഞ്ഞാ കേട്ടോ, ചേട്ടാ കുഞ്ഞാണ്. അപ്പൊ എന്നാ പുൽക്കൂടാ? ഉണ്ണീശുമായിട്ട് കുഞ്ഞു കാണാൻ കിടക്കുന്നേ. പുൽക്കൂട് കേട്ടണോ? അപ്പൊ ഗൈസ് എന്തായാലും ക്യാമറയൊക്കെ ഓൺ ചെയ്തതല്ലേ അല്ലേ? അപ്പം പിള്ളേരുടെ ഒരു ആഗ്രഹം. അപ്പം നമുക്ക് നേരെ പുൽക്കൂട് കെട്ടാൻ പോയാലോ? പോവാം. എൻ്റെ കൂടെ വന്നിട്ട് വരണം കേട്ടോ. പുൽക്കൂടൊക്കെ ഉണ്ടാക്കാൻ സഹായിച്ചോണം. സെറ്റ്. അപ്പോൾ നമുക്ക് ദേ പുൽക്കൂട് കെട്ടാൻ പോവാം. അപ്പം നമ്മുടെ ദേ വർക്കൊക്കെ എവിടെ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് നേരെ പുൽക്കൂട് കെട്ടാൻ പോവാം. പുൽക്കൂട് കെട്ടാനുള്ള കുറച്ച് കമ്പും കാര്യങ്ങളൊക്കെ വേണമല്ലോ. താഴെ മറ്റേ ചിറയിലുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് പുൽക്കൂട് കെട്ടാനുള്ള കമ്പ് കെട്ടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുൽക്കൂടിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കമ്പൊക്കെ എടുക്കാൻ വേണ്ടി പോവാം. വീഴല്ലേ? ഓ പുൽക്കൂട് എടുക്കാൻ പോവാ. നമുക്ക് പുൽക്കൂട് കെട്ടണ്ടേ? പുൽക്കൂട് കെട്ടാൻ വേണ്ടിയിട്ടുള്ള കമ്പൊക്കെ എടുക്കാൻ വേണ്ടി പോവാം. അപ്പം കുഞ്ഞ് ബഹളമൊന്നും വെക്കാതിരിക്കണം കേട്ടോ. പോയി എടുക്കേണ്ടി വരാം. സെറ്റല്ലേ? സെറ്റ്. ആ ഓക്കെ, പോയിട്ട് വരാം. അച്ഛാ ബാ പോരി ബാ. അപ്പോൾ നമ്മൾ മുളയുടെ കമ്പ് കിട്ടുമോ നോക്കാൻ വേണ്ടി പോകുന്ന കേട്ടോ. ഈ പറമ്പിലില്ലേ ഫുള്ള് കേട്ടോ തുമ്പികളാണ്. ആ ഏരിയ മൊത്തം തുമ്പികളാണ് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? നമ്മളെ കുറച്ചൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഉണ്ടോ? നൈസ്. കുറേ നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. നമ്മുടെ ജോലി തിരക്കും ഈ ടൗൺ ഈ സിറ്റിയിലെ ഒക്കെ ഓരോ ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിലെ ഭംഗിയൊക്കെ നമ്മളങ്ങ് ആസ്വദിക്കാൻ അങ്ങ് മറന്നു പോകും. നൈസ് അല്ലേ? നമ്മൾ മറ്റുള്ള സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോൾ അതൊരു ഭംഗി തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഇതേപോലെയുള്ള ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സ്ഥിരം കാണുമ്പോഴത്തേക്ക് മാത്രമാണ് നമുക്കൊരു അതൊരു വിലയില്ലാതെ പോകുന്നത്. പക്ഷേ വല്ലപ്പോഴും വന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാടും നമ്മുടെ സ്ഥലമൊക്കെ ഇഷ്ടപ്പെടും. പേര, റംബൂട്ടാൻ, പിന്നെ അവക്കാഡോ. അവക്കാഡോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും കായ്ച്ചിട്ടില്ല കേട്ടോ. മുളയുള്ള സ്ഥലത്തേക്ക് വന്ന് കേട്ടാ. നൈസ് സ്ഥലമാണ്. അങ്ങനെ നമ്മളിതങ്ങനെ ഇപ്പോഴും വരാറില്ല. നല്ല സെറ്റപ്പ് സ്ഥലമാണ് കേട്ടോ. പൊളി. ഇവിടെ ചെറിയൊരു തോടൊക്കെ ഉണ്ട്. ഉണ്ടോ? പൊളിയല്ലേ? നൈസ്. കേട്ടോ നൈസ് സ്ഥലമല്ലേ? ഞങ്ങളുടെ പ്രദേശമാണ് കേട്ടോ ഈ ഭാഗങ്ങളെല്ലാം. നൈസ്. അപ്പോൾ നമുക്ക് മുളയുടെ കമ്പ് കിട്ടുമോ എന്ന് നോക്കാം. ഞാൻ കുറേ നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. എറണാകുളത്തോട്ടൊക്കെ വർക്കിന് പോയതിന് ശേഷം പിന്നെ ഇങ്ങോട്ടൊന്നും വന്നിട്ട് പോലുമില്ല. ഞങ്ങളെല്ലാം വഴി ഒഴുകുന്ന നേരെ കടവാണ് കേട്ടോ. നേരെ കടവ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു കൈത്തോടാണ്. ഇത് മതിയായിരിക്കുമല്ലോ അല്ലേ? ആ അച്ഛൻ നമുക്ക് ഇതേപോലത്തെ നമ്മുടെ ഭായിമാരാണ്, ഇവിടെ വർക്കിന് വന്നവരാണ് കേട്ടോ. ഇമാൻ അലി, സദിഖ് ഖാൻ, സഹജമൽ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് അഭിലാഷ്. ചേട്ടൻ്റെ വീട് എവിടെയാ? ഇടുക്കി. ശരി. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരിവിടെ മറ്റേ പേപ്പറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരെടുത്തിരിക്കുന്നതാണ്. അവരതിന് വേണ്ടിയിട്ട് അവിടെ വെട്ടാൻ വേണ്ടി വന്നവരാ കേട്ടോ.
അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള മുളയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കാം. നമ്മൾ കൊച്ചിലേ പുൽക്കൂടൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ UP സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലൊക്കെ പുൽക്കൂടൊക്കെ കണ്ടെന്ന് കണ്ടുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ നമ്മളിവിടെ വന്ന് നമ്മൾ കൊച്ചിലെ പുൽക്കൂടും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ചിറയെന്ന് വന്ന് നമ്മൾ മണ്ണെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെയൊക്കെ കഥയൊക്കെ വലിയൊരു കഥയാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കമ്പും കോലും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെയൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും നല്ല രസമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഞാൻ നിങ്ങളൊന്ന് ഇവിടെ വന്നപ്പോൾ ഇന്ന് ഫുള്ളൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ഉണ്ടോ, ഏറ്റവും ഇഷ്ടം കേട്ടോ ഈ മുളയും ഈ മുളയുടെ ചേർന്നുള്ള ഈ ഒരു തോടും. അപ്പോൾ നമുക്ക് ഏകദേശം വേണ്ട മുളം കമ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുൽക്കൂടിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി നമ്മൾ മുളയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ഇവിടെയാണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കാൻ പോകുന്നത്. അവിടെ കുഴിക്കണം, അവിടെ അല്ലാതെ വെച്ചാൽ പോരെ. ഇവിടെ ഇപ്പം കാര്യങ്ങളെല്ലാം സെറ്റായിക്കൊണ്ട് വരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെടിയും കാര്യങ്ങളും ഒന്നും കളയാൻ നമ്മൾ സമ്മതിക്കില്ല. ഇതെല്ലാം വെച്ചിട്ട് വേണം നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ ആ രീതിയിൽ നമ്മളൊന്ന് സെറ്റപ്പാക്കി ആക്കി എടുക്കും. എടി അപ്പം നമുക്ക് ഇവിടെ സെറ്റാക്കിയാൽ പോരെ? ഇവിടെ നമ്മൾ അങ്ങോട്ട് ഇനി പുൽക്കൂട് ഉണ്ടാക്കാൻ പോവാണ്. ഏകദേശം ഈ ഒരു പൊക്കം മതി. അപ്പോൾ എന്തായാലും നമുക്ക് പുൽക്കൂട് ഉണ്ടാക്കാം അല്ലേ. അത് നമുക്ക് മരമാക്കിയാക്കാം. കുറച്ച് പുല്ലും കൂടെ വേണമായിരുന്നു, പക്ഷേ പുല്ലിനി പോയി എടുക്കണം. ഞങ്ങളിന്ന് വന്ന വഴിക്ക് പുല്ല് കിട്ടിയില്ല, അതുകൊണ്ട് ഇതെടുത്തോണ്ട് പോകണം. ഈ ഹരിത പ്രോട്ടോക്കോൾ മാനിച്ചാണ് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കുന്നത്. നമുക്ക് 2 ക്രോസ് ആയിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ടല്ലേ ഇനി ബാക്കി പണികൾ ചെയ്യാം. പരിപ്പോടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. ചായ, നല്ല കട്ടൻ കാപ്പിയും പരിപ്പോടയും. അപ്പം നമ്മൾ ഈ രീതിയിൽ ഇങ്ങനെ ആണ് നമ്മൾ കേട്ടോ കെട്ടാൻ പോകുന്നത്. അപ്പം ഇത്രയും നീളം വേണ്ട, അപ്പം കട്ട് ചെയ്ത് കളയാം. ഞങ്ങൾ ഏകദേശം പുൽക്കൂടൊക്കെ കെട്ടിയിട്ട്, ഞാൻ കൊച്ചിലാണ് കേട്ടോ പുൽക്കൂടൊക്കെ കെട്ടുമായിരുന്നു. ഒരു ഇപ്പം 10-18 വർഷത്തിന് മുകളിലായി കേട്ടോ പുൽക്കൂടൊക്കെ കെട്ടിയിട്ട്. സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പുൽക്കൂട്. നമ്മുടെ ഏകദേശം പുൽക്കൂടിൻ്റെ സ്ട്രക്ചറൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ എന്തായാലും ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ പുൽക്കൂടൊക്കെ വേണ്ട ഇത്രയും വരെ ഉണ്ടാക്കി. അപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മൾ പോയി പുല്ലൊക്കെ എടുത്തിട്ട് വന്നായിരുന്നു. കഴിഞ്ഞ ദിവസം പിന്നെ നമ്മൾ ഈ സൈഡൊക്കെ നമ്മൾ ഓൾറെഡി മറ്റേ പനയുടെ ഇല വെച്ചിട്ട് നമ്മളത് മറച്ചായിരുന്നു. അപ്പം പുല്ല് വെട്ടാൻ വേണ്ടി ഇന്ന് രാവിലെ പോയി പുല്ലൊക്കെ വെട്ടിക്കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലിലോട്ട് നമ്മൾ മേയാൻ പോവാണ് കേട്ടോ. അതേപോലെ തന്നെ കേട്ടോ നമ്മളിതിനകത്ത് ചെറിയൊരു ഉണ്ണിയേശുവിനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെറ്റപ്പും കൂടെ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ സൈഡിലെല്ലാം പുല്ലും കുറച്ച് കല്ലൊക്കെ വെച്ചിട്ട് ഒരു മലയും കാടും പോലെയൊക്കെ ആക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, അത് അമ്മയുടെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെയാണ്. എന്നാലും നമ്മളതൊന്നും നശിപ്പിക്കാതെ തന്നെ ഇവിടെ എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഹരിതാപം നിറഞ്ഞു നിൽക്കട്ടെ നമ്മുടെ പുൽക്കൂടിനകത്ത്. എന്തായാലും നമ്മുടെ നാട്ടിലാണല്ലോ ഇപ്പോൾ, അതുകൊണ്ട് ബാക്കി നമ്മളിനി പണികളെല്ലാം നമുക്ക് നടത്താം. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ പുല്ലൊക്കെ മേയാൻ പോവാണ് കേട്ടോ. അപ്പം ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് പിന്നീട് കാണാം. പുല്ലൊക്കെ നമ്മൾ ഇനി മേയാൻ പോവാണ് കേട്ടോ. നമ്മളിങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്തെല്ലാം ശരിയാക്കുവാണ്. അപ്പോൾ ഇനി ഈ പണിയെല്ലാം തീർന്ന് നമുക്ക് കാണാം കേട്ടോ. ഗൈസ്, നമ്മുടെ പുൽക്കൂടിൻ്റെ ഏകദേശം പണികളെല്ലാം കഴിഞ്ഞു. നമ്മൾ പുൽക്കൂടിൻ്റെ മുകളിൽ പുല്ലൊക്കെ മേഞ്ഞു കേട്ടോ. പുല്ലൊക്കെ മേഞ്ഞിട്ടുണ്ട്. സൈഡ് നമ്മൾ പനയുടെ ഇതെല്ലാം വെച്ച് മറച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ണീസിനെ കിടത്താനുള്ളടത്ത് നമുക്ക് കച്ചി മീയാനുണ്ട്. അതേപോലെ തന്നെ കുറച്ച് വഴികളും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെയൊക്കെ ഉണ്ട്. അപ്പം ആ കാര്യങ്ങളും കൂടെയൊക്കെ നമുക്ക് കാണാറുണ്ട്. ഇപ്പോൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു 95% പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പണിയിലേക്ക് കിടക്കാം. ഉണ്ണീസിനെ കിടത്താനുള്ള സ്ഥലത്ത് നമുക്ക് പുല്ല് മെയ്യാനുണ്ട്. അതേപോലെ തന്നെ
കുറച്ച് വഴിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ ചെയ്തിട്ട് കാണാം. അപ്പം നമുക്ക് കുറച്ച് കച്ചിയുണ്ട്. ഈ കച്ചി വെച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇപ്പം കച്ചി ഇവിടെ കുറച്ചായിട്ട് കിട്ടാനില്ല. ഹലോ ഗൈസ്, അപ്പോൾ ഏകദേശം നമ്മുടെ പുൽക്കൂട്ടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പം തീർന്ന അത്രയും നമുക്ക് കാണാം. അതിനുശേഷം ലൈറ്റൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ പുൽക്കൂട് വിജയകരമായിട്ട് നമ്മളിപ്പം ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ചെറുപ്പകാലത്ത് നമുക്കുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ ആ പിള്ളേർക്കുള്ളതുണ്ടല്ലോ, അതുകൊണ്ട് നമ്മളത് സാധിച്ചു കൊടുക്കുന്നു. അപ്പം എന്തായാലും ആ ഒരു ഭംഗിയായിട്ട് തന്നെ നമ്മളിപ്പോൾ ആ പുൽക്കൂട് നമ്മൾ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശരിയാണ്, ഇപ്പം പലരും ചോദിക്കും ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ എന്ന്. പക്ഷേ കാരണം റെഡിമെയ്ഡും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ പുൽക്കൂട്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളോടല്ല, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു വില നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതേപോലെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സന്തോഷം, കുറേയൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാകും, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ സന്തോഷത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നു. പിള്ളേരും എല്ലാവരും അച്ഛനും എല്ലാവരും ഒക്കെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കൊന്ന് മൊത്തം കാണാം. അപ്പോൾ എന്തേ നമ്മുടെ പുൽക്കൂടിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എന്തേ ഇവിടെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റാറ്, അതേപോലെ തന്നെ നമ്മുടെ ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അതെ, ഇവിടെ നമ്മുടെ അലങ്കാര പണികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടീംസൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പം എക്സാമൊക്കെ കഴിഞ്ഞ് അതേപോലെ തന്നെ ഒരാളിപ്പം നമ്മുടെ ക്യാമ്പിന് പോയിരിക്കുകയാണ് കേട്ടോ. ഇതിനകത്തെ മൂത്ത ആൾ ക്യാമ്പിന് പോയിരിക്കുകയാണ്. പിന്നെ വേറെ നാളെ കുറച്ച് ഈ പിരിക്കുകളും കൂടെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവരാണ് ഇതിൻ്റെ പണികളൊക്കെ ചെയ്യാൻ പോകുന്നത് അല്ലേ? ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് അല്ല, നമ്മളെല്ലാ പ്രാവശ്യത്തെയും ക്രിസ്മസ് ഒക്കെ അടിച്ചു പൊളിക്കാറുണ്ട്. പക്ഷേ നമ്മൾ പുൽക്കൂടൊന്നും കിട്ടാറില്ലായിരുന്നു. ഈ പ്രാവശ്യം നമ്മൾ പുൽക്കൂടൊക്കെ കിട്ടിയത് കേട്ടോ. നമ്മുടെ ബെൽസൊക്കെ തന്നെ ഇവിടെ തൂക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഇവിടെ എക്സ്ട്രാ കിണറും കൂടെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിള്ളേർ വന്നപ്പോൾ അവർക്ക് കിണറും കൂടെ വേണമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നമ്മളിപ്പോൾ കിണറൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കാണാം. അപ്പം പൊളിക്കല്ലേ? നാളെ ഇവരുടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. ക്രിസ്മസിൻ്റെ നിങ്ങൾക്ക് എന്തായിരുന്നു പ്രൈസ്? എനിക്ക് ഞങ്ങൾക്ക് 9 സെക്കൻഡ്. അപ്പം എന്താ ഇവർക്കും ഇതേപോലെ തന്നെ അവിടെ മത്സരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും അടിച്ച് പൊളിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളായിട്ട് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പം ബെൽസൊക്കെ ഇവിടെ ചെയ്യുന്നു. അപ്പം എനിക്കും ഇവിടെ നോക്കി നിൽക്കാനുള്ള സമയമില്ല, കുറച്ച് പണികളൊക്കെ ഉണ്ട്. നാളത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പം ഞാൻ നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസൊക്കെ കഴിഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തത്തിൽ കാണാം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഇരുട്ടത്ത് നിൽക്കുന്നത് വെട്ടമില്ലാഞ്ഞിട്ടല്ല, വെട്ടമൊക്കെയുണ്ട്. അപ്പോൾ അധികം നമ്മുടെ ക്രിസ്മസ് പുൽക്കൂടിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. അതേപോലെ തന്നെ അലങ്കാരങ്ങൾ കഴിഞ്ഞു, സ്റ്റാർ ഇട്ടു, ലൈറ്റ് ഇട്ടു, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ? പക്ഷെ നമ്മളിപ്പം ലൈറ്റ് ഇടാൻ പോവാണ്. ഇത് കണ്ട നമ്മുടെ കോഴിക്കോട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. അടുത്തത് ഇനി നമുക്ക് മാലാഖയും മാതാവിനെയും ആട്ടിടയന്മാരെയൊക്കെയാണ് വെക്കാനുള്ളത്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മാലാഖയും അതേപോലെ തന്നെ മാതാവിനെയും മാലാഖയും ആട്ടിടയന്മാരെയും രാജാവിനെയും ഒക്കെ വെക്കാനുള്ളതാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഉള്ള പുൽക്കൂടിൻ്റെ അകം കൂടെ നമുക്ക് കാണണമല്ലോ. ഇതാണ് പുൽക്കൂടിൻ്റെ പുറമേ ഉള്ള ദൃശ്യം. അപ്പോൾ പുൽക്കൂടും കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാം നമ്മൾ ഉണ്ടാക്കിയ വഴിയെല്ലാം നമ്മൾ കണ്ടായിരുന്നല്ലോ. അതേപോലെ ഈ നമ്മുടെ ട്രീ പ്രത്യേകിച്ചൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. നമ്മുടെ നാരകമാണ്. ആ നാരകത്തിൻ്റെ ചുവട്ടിൽ തന്നെ നമ്മുടെ ആ മരത്തെ തന്നെയാണ് നമ്മളിപ്പം ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് പുൽക്കൂടിൻ്റെ അകവശം കാണാം. പുൽക്കൂടിൻ്റെ അകവശത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം ലൈറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് ഹിഡൻ ആയിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഉണ്ണിയേശുവിൻ്റെ പിറവി അവിടെ വെച്ചാണ്. അതേപോലെ തന്നെ അമ്മയുടെ ഗാർഡനും കാര്യങ്ങളൊക്കെ നമ്മൾ അതേപോലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിനൊന്നും ഒരു കുഴപ്പങ്ങളും വരുത്തിയില്ല. അതേപോലെ തന്നെ ഇതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള പുല്ലാണ് കേട്ടോ. അതേപോലെ തന്നെ അവിടെ കിണറുമുണ്ട്. കിണർ പിന്നീട് അവസാനം നമ്മൾ ചെയ്തതാണ്. നമ്മൾ പിള്ളേർ വന്നപ്പോഴത്തേക്ക് അവരുടെ ആഗ്രഹം ഇതിനകത്തൊരു കിണറും കൂടെ വേണമെന്ന് പറയും. അങ്ങനെ നമ്മൾ കിണറും കൂടെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അത് ഇച്ചിരി മാറിയാണ് കേട്ടോ. അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അവിടെ സ്പേസ് ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി
ഇതിനകത്ത് നമുക്ക് ഇനി വെക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാതാവിനെയും മാലാഖയും നാട്ടിടന്മാരെയും രാജാവിനെയും ഒക്കെ വെക്കാനുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുൽക്കൂട്. ഇഷ്ടപ്പെട്ടോ? നമ്മുടെ മണിക്കുട്ടി ഇവിടെ ഇല്ല. മണിക്കുട്ടിക്ക് ക്യാമ്പുണ്ട്. അപ്പോൾ അവർക്ക് അതിൻ്റെ കാര്യത്തിനായിട്ട് പോകണം. ക്രിസ്മസിൻ്റെ ഫുൾ ദിവസങ്ങളും, അതായത് അവധി എല്ലാ ദിവസങ്ങളിലും അവർക്ക് 27-ാം തീയതി വരെ അവർക്ക് ക്യാമ്പാണ്. അപ്പം അവളുടെ മനസ്സ് പക്ഷേ ഇവിടെ തന്നെയായിരിക്കും. ബാക്കി എല്ലാവരും കൂടെ വെച്ച് ഞങ്ങൾ ഇവിടെ ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ്. പുൽക്കൂടും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒക്കെ രൂപങ്ങൾ അങ്ങോട്ടേക്ക് വെക്കുകയാണ്. മാലാഖയും കൂടെ ഇടാനുണ്ട്. മാലാഖയെ നമുക്ക് ഇങ്ങോട്ടേക്ക് പുൽക്കൂടിനകത്ത് രൂപങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം കരോളും കാര്യങ്ങളൊക്കെ വരും. ഹാപ്പി ക്രിസ്മസ്. കഴിക്കണം. പുതിയ എപ്പിസോഡുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. ക്രിസ്മസ് സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ ഫാമിലീസിലെ എല്ലാവരും ഒക്കെ ആയിട്ട് നമുക്ക് ക്രിസ്മസ് സെലിബ്രേഷനായിട്ട് അടുത്ത ദിവസത്തെ എപ്പിസോഡിനകത്ത് കാണാം. അപ്പോൾ അതുവരേക്കും ടാറ്റാ.